ഒരു പ്രവാസി തൻ്റെ ഒരുപാട് വർഷത്തെ പ്രയത്നം ഗൾഫിൽ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ 30 സ്റ്റാഫും ഒരു 6-7 സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ സൗദിയിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ 6-7 സ്ഥാപനങ്ങളും 30 സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ഒന്നുമില്ലാതെ ആയിപ്പോയി. അതായത് സ്ഥാപനങ്ങളും ഇല്ല, സ്റ്റാഫും ഇല്ലാതെ, ലാസ്റ്റ് ഒന്നുമില്ലാതെ 0 ആയിട്ട് തിരിച്ചു വരിക. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. വലിയൊരു വേദനാജനകമായ കാര്യമാണത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്കറിയ, കൊടുവള്ളി ഹിൽ പാർക്ക് കേട്ടോ, നെടുമല. ഞാൻ രണ്ടാമതാണ് ഇവിടെ വരുന്നത്. ഇത് വരാൻ കാരണം, ഈ വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും നിരവധി പേര് എന്നോട് ചോദിച്ചു, ഇക്ക ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത് എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ്. ഒരുപാട് സന്തോഷമായി. അത് ചോദിച്ചത് മറ്റാരുമല്ല, കൊടുവള്ളിയിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒരുപാട് വലിയ ബ്ലോഗേഴ്സ്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ ഫേസ്ബുക്കിലൊക്കെ കുറവാ തോന്നുന്നുണ്ട്. യൂട്യൂബിലൊക്കെ നന്നായിട്ട് മില്യൺ കണക്കിന് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നോട് അങ്ങനെ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഹിൽ പാർക്ക് ഇതൊരു അത്ഭുത സംഭവം തന്നെയാണ്. ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാമായ ഓണറായ സംസ്കാനെ കൂടിയും പ്രവാസിയായ സംസ്കാനെ കൂടി ഒന്ന് പരിചയപ്പെടുകയാണ്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു സംഭവം? പേടിയുണ്ടായിരുന്നോ? കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞത്. സംഭവം ഉണ്ടല്ലോ, ഇതെന്താ പറയാ, അടിയിലേക്ക് ഭയങ്കര താഴ്ച കേട്ടോ. വലിയൊരു കുഴിയാണ് കേട്ടോ. അതേപോലെ തന്നെ പ്രദേശം മൊത്തം കാണും കേട്ടോ. അതുപോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു സംഭവമാണെന്ന്. നമ്മൾ സാധാരണ കാണുന്നതിൽ ഒരുപാട് ഉയർത്തുന്നാട്ടോ ഈ സംഭവം വരുന്നത്. ഇതങ്ങോട്ട് ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് മലയും പ്രദേശവും മാത്രമല്ല, ഇതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് കണ്ടോ റംബുട്ടാൻ തോട്ടമൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും മനോഹരമായ ഒരു സംഭവം കേട്ടോ, പാർക്കാട്ടോ ഹിൽ പാർക്ക്. നമുക്ക് പ്രിയപ്പെട്ട സംസുക കേട്ടോ, ഈ എന്താ പറയുക, ഈ ഒരു മനോഹരമായ ഈ ഒരു പാർക്കിൻ്റെ എല്ലാമായ സംസുക പ്രവാസിയാണ്. ഒരുപാട് കാലം പ്രവാസിയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സംസ്കാരമൊന്ന് പരിചയപ്പെടുത്തുന്ന എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നിരവധി വീഡിയോസ് നിങ്ങളത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. മില്യൺ കണക്കിന് ഓടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംസുക, ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു കുന്നും പ്രദേശത്തെ ഈ പ്രകൃതിക്ക് യാതൊരു കോട്ടം തട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. നിങ്ങളെ പ്രവാസ ജീവിതം ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞു. നമ്മൾ കുറച്ച് ആളുകൾ സുഹൃത്തുക്കൾ പറഞ്ഞാണ്. അപ്പോൾ അതിനുശേഷം ഇത് തുടക്കത്തിൽ ഈ ഭൂമി എടുത്തപ്പോണ്ടായ അതൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ, എന്താണ്? ഭൂമി ഞാൻ 2005 എടുത്ത സ്ഥലമാണ്. പക്ഷേ പിന്നെ അതിനുശേഷം 2020 ഇത് സ്റ്റാർട്ട് ചെയ്തത്, കൊറോണ ടൈമിൽ. അപ്പോൾ തുടങ്ങിയ സമയത്ത് ആളുകളൊക്കെ അതിന് വളരെ എതിർപ്പ് പറഞ്ഞ സംഭവം. ഈ കുന്നിൻ്റെ മുകളിൽ ആരും വരില്ല, കാരണം കുറുക്കനും നായ് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. നായ് പോലും വരാറില്ല, കുറുക്കൻ മാത്രമേ വരാറുള്ളൂ. ആ സമയത്ത് മനുഷ്യന്മാർ ഇവിടെ വരാത്ത സ്ഥലത്ത് നമ്മൾ ഈ ഒരു പരിപാടി അറിഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് ഭ്രാന്താണ്, ഒരു ഇതിങ്ങനെ വെറുതെ കൊണ്ട് കളയാണെന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരു ഇലക്ട്രീഷ്യന്മാർ പണിയെടുക്കുന്ന സമയത്തും വരെ മര്യാദയ്ക്ക് വൃത്തിയില്ല ഒരു പണിയെടുത്തില്ലായിരുന്നു. കാരണം അവർ പറഞ്ഞ ഇയാള് വെറുതെ പാശമുണ്ടെങ്കിൽ മലിന്റെ മുകളിൽ കളയണ്ട എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. പക്ഷെ ഞാൻ അന്നേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഈ ഭൂമിക്കൊന്നും പറ്റുകയും ചെയ്യരുത്. ആ രീതിക്ക് അനുസരിച്ചുള്ള ഒരു പാർക്കാണ്. നമ്മൾ മറ്റു പാർക്കുകളൊക്കെ പറഞ്ഞാൽ ഗ്രൗണ്ട് നിരത്തി ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മളതല്ല, ഞാൻ ഭൂമിക്ക് എവിടെയും മണ്ണിടുക ഒന്നും ചെയ്തില്ല. ആ ഉള്ളതിനനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്തു. എല്ലാവരും ഇഷ്ടപ്പെട്ടു. 1, 5, 10, 20 പ്രാവശ്യം വരുന്നതുകൊണ്ട് തന്നെയാണ് കൂടുതലുള്ളത്. അങ്ങനെ ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മളാ പ്രയാസങ്ങളും ഗൾഫ് ജീവിതം പ്രവാസത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു നല്ലൊരു ആളുകളൊക്കെ നല്ലൊരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ഇതിൽ തന്നെ അങ്ങ് മുഴുകി. മറ്റെല്ലാ കാര്യങ്ങളും മറന്നു. അപ്പോൾ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ 4 വർഷം ആയി. 4 വർഷമായി. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി. നമുക്ക് ഞാനിപ്പോൾ വന്നപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു ഭൂമിയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭൂമിയിൽ അതുപോലെ ആ താഴത്ത് ഒരുപാട് റംബുട്ടാൻ കൃഷികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഇത്ര ഹൈറ്റില് അത്രയും സേഫ്റ്റി ആയിട്ട് കെട്ടിപ്പൊക്കുമ്പോൾ ആ ഒരു സമയത്ത് ഇത് പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി? ഇല്ല, നമ്മളങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടില്ലല്ലോ. നമ്മളൊരു സാധനം കെട്ടിപ്പൊക്കുകയും മണ്ണെടുക്കുകയും ചെയ്തിട്ടില്ല. ഉള്ള നല്ലതിനനുസരിച്ച് നമ്മൾ ചെയ്തത്. അതായത് ഇപ്പൊ ആകെ കെട്ടിയെന്ന് പറഞ്ഞപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കെട്ട് മാത്രമേ കെട്ടിയുള്ളൂ. മറ്റൊരു സംഭവം നമ്മൾ കെട്ടിയിട്ടില്ല. എവിടെയും ഒരു കല്ലിന്റെ കെട്ടുകൾ എവിടെയും നോക്കിയാൽ കാണൂല, ഒരു മണ്ണെടുത്ത സ്ഥലങ്ങൾ കാണൂല. ഉള്ള നിലനിൽപ്പ് ഒന്ന് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ അടുത്തതേ പോകണമെന്നുള്ള താഴത്ത് റംബുട്ടാൻ ചെയ്യുന്ന എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ മൊത്തം പപ്പായ നടുക. 200 പപ്പായ തൈയും 100 റംബുട്ടാനുണ്ട്. പിന്നെ അവിടെ നമ്മൾ ചെണ്ടുമല്ലി, നമ്മൾ കർണാടകയിലൊക്കെ ഉണ്ടാകുന്ന ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കൊരു എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും
അപ്പോൾ ആളുകൾ അടുത്ത് താഴെ കൂടെ കുറച്ചും കൂടെ ഇറങ്ങി കുറച്ചും കൂടി ഒരു ഒരു നമ്മൾ വയനാട്ടിലൊക്കെ ഈ ചുരവും ബ്ലോക്കും കാര്യമൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവായി ഇനി ആളുകൾക്ക് ഇവിടെ തന്നെ കുറച്ചും കൂടെ ഒരു കണ്ണിന് കുളിർമുള്ള ഒരു സംഭവം കൂടി ആക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ആ ഒരു ഏക്കറയും കൂടി ഞാൻ ആ ഒരു ഏക്കർ പിന്നെ എടുത്തതാണ്. നിരവധി റൈഡുകൾ ഉണ്ട് ഇവിടെ. അതെ. ഇപ്പൊ ടിക്കറ്റിൽ തന്നെ കുറച്ച് ഫ്രീ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അന്ന് സംസ്കാരം കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പണിയൊക്കെ ഇപ്പൊ തീർന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ. അത് ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം ആ ചെറിയൊരു ഇതായിരുന്നു. അപ്പൊ അവിടെ നിസ്കരിക്കാനൊക്കെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടും കാര്യമൊക്കെയാണ്. നിസ്കരിക്കാൻ 10-20-25 ആൾക്കാർക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ ആണുങ്ങൾക്കും അതേമാതിരി തന്നെ 10-20 ആൾക്കാർക്ക് പെണ്ണുങ്ങൾക്കും ഒരുമിച്ച് നിസ്കരിക്കാം. പിന്നെ ഇതിന്റെ മുകളിൽ നമ്മളൊരു ഹാളാണ്. അതായത് പാർട്ടി പരിപാടിയൊക്കെ 100-300 ആളെ ഒരു പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു ഹാള്. അതിന്റെ മുകളിൽ ഒരു ഭക്ഷണ ഹാള്. അപ്പോൾ വളരെ സൗകര്യപ്രദമായിട്ട് ഒരു സ്റ്റേജും കാര്യമൊക്കെ ഉണ്ട്. എന്ത് ഫംഗ്ഷനുകളോ വല്ല അങ്ങനത്തെ ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഹാള് കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട്. AC ഹാളാണ്. അത് വളരെ സൗകര്യമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ റൈഡ് എന്ന് പറഞ്ഞാൽ 50 രൂപയിൽ തന്നെ നമുക്ക് ഏകദേശം 15-16 റൈഡ്, ചെറിയ റൈഡുകളിൽ ഫ്രീ. ബൗൺസി ബലൂൺ 2 ഉണ്ട്. അത് രണ്ടും മറ്റ് സ്ഥലത്തൊക്കെ 70-80 രൂപ കൊടുത്തിട്ട് കയറണം. ട്രംബോളിംഗ് ഒക്കെ അതൊക്കെ ഇവിടെ ഫ്രീ ആണ് ഈ 50 രൂപയിൽ. പിന്നെ ബാക്കിയുള്ള റൈഡിന് അഡ്വഞ്ചർ റൈഡുകൾക്കും ഇലക്ട്രിക് റൈഡും സ്വിമ്മിംഗ് പൂളിലും മാത്രമേ നമ്മൾ കാശ് വാങ്ങുന്നുള്ളൂ. അത് സാധാരണ ഒരു 50 റുപ്യ കയറിയിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതേമാതിരി ഇനി പാക്കേജും ഈ ഓൾറെഡി ഇതിലുണ്ടായിരുന്നു. പാക്കേജ് ആവശ്യമുള്ളവർക്ക് പാക്കേജും. അതുപോലെ സംശയ ഞാനിവിടെ വന്ന് കണ്ടപ്പോ മറ്റുള്ള പാർക്കുകളിലൊക്കെ കാണാത്തൊരു ഫീൽ എനിക്ക്. അതായത് ഒരുപാട് സ്ഥലം വേസ്റ്റ് ആയി കിടക്കുക. അവിടെ ഒരു കുതിര കിടക്കുക, അവിടെ ഇത് കിടക്കുക. അപ്പൊ ഇങ്ങനെ അതെന്താന്ന് കൂടി ഒന്ന് പറയുകയാണെങ്കിൽ. അത് നമ്മളിവിടെ കുട്ടികൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തൊരു പരിപാടിയല്ല. അതായത് രക്ഷിതാക്കളും അവരിപ്പോ ഒരു കുട്ടിയും അവരെ മാതാപിതാക്കളും അവരൊരു വലിയവാപ്പ അല്ലെ വല്യച്ഛന് വല്യമ്മ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാനും ഒന്ന് ആസ്വദിക്കാനും താഴ്ന്ന കുട്ടികൾ കളിക്കാനും മുകളിൽ അവർക്ക് കാണാനും എല്ലാം കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്രയും സ്ഥലം വേസ്റ്റ് ആക്കി എന്ന് പറയല്ല. ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാശ് ചെലവാക്കിയത് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ. കാരണം ആളുകൾക്ക് വന്നിരിക്കാനും ഫോട്ടോ എടുക്കാനും ഫോട്ടോ പോയിന്റുകളും ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ട്. ഈ വേസ്റ്റ് ആക്കിയതല്ല സംഭവം സത്യത്തിൽ. അതല്ല ഞാൻ അങ്ങനെ ചോദിച്ചല്ല. ഞാൻ അവിടെ നോക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലം ഫ്രീ ആയി ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഇപ്പൊ തിരക്കായ സമയത്ത് ഇപ്പം കാലാവസ്ഥ ശരിയില്ലായിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ആളുകൾ ഫുള്ളായിരിക്കും. ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും. പായയും കാര്യങ്ങളൊക്കെ ആയി ചായയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഹിന്ദിക്കാര് അങ്ങനത്തെ കുറെ ആളുകൾ വന്ന് അങ്ങനെ ഇരിക്കും. മണിക്കൂറുകളോളം വന്നിരുന്ന് പോണ ആളുകളാണ്. അതുപോലെ തന്നെ നിരവധി റൈഡുകൾ ഞാനിവിടെ കണ്ടു. വലിയ റൈഡുകൾ വലുതും ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് പിന്നെ എനിക്കൊരു ഫീല് വന്നത് ഞാൻ അറിഞ്ഞതാണ്. കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയ റൈഡ് ഇവിടെ. അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. ആദ്യം നമ്മൾ ഇവിടുത്തെ ജയൻസിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഉയർത്തുന്ന പ്രദേശമായതുകൊണ്ട് ഏകദേശം അത്യാവശ്യം 2ാമത്തെ 3ാമത്തെ ഹൈറ്റ് കൊണ്ട് നമ്മളതാണ് ജയൻസിംഗ്. സൈക്ലിംഗ് അല്ല, സൈക്ലിംഗ് ഒക്കെ എല്ലാ സ്ഥലത്തുള്ള മാതിരി തന്നെയാണ്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. കാരണം താഴത്തൊരു കുഴിയും അത് ആ രീതിയിലായതുകൊണ്ട് നല്ല ഹൈറ്റ് ഫീൽ ചെയ്യും. നല്ല ആളുകൾക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ സൈക്ലിങ്, സിപ്പ് ലൈന്, പിന്നെ അങ്ങനത്തെ റൈഡുകളാണ്. പിന്നെ സ്വിമ്മിംഗ് പൂൾ, കുട്ടികൾക്ക് എത്ര 100-200-300 കുട്ടികൾക്ക് ഒരുമിച്ച് കുളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ജയൻസിംഗ്. കാരണം അങ്ങനത്തെ ഒരു സംഭവം വേറെ അവിടെ ഇല്ല. എല്ലാ സ്ഥലത്തും നിരന്നൊരു സ്ഥലമാണ്. 2 ആൾക്ക് ഇരുന്ന് തിന്നത് 3 ആൾക്ക് തന്നെ ഇരുന്ന് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അത് എനിക്ക് വന്നൊരു ഫീല്. ഞാനിപ്പോൾ വന്ന് കണ്ട സമയത്ത് ഈ റൈഡ്സിനൊക്കെ ഉപയോഗിക്കുന്നത് പുതിയത് ആധുനീകരിച്ച പുതിയ സാധനം. അപ്പൊ എനിക്കൊരു ഡൗട്ട്, നിങ്ങൾ ഈ സാധനം മാറ്റിക്കൊണ്ടിരിക്കണ്ടോ? അല്ല, ഞങ്ങളിപ്പം കുറെ വർഷത്തിൽ പുതിയ റൈഡുകൾ. ഇനിയിപ്പോ ഒരു ഹെലികോപ്റ്റർ റൈഡ് വരാണ്ട്. ഈ വരുന്ന ആഴ്ച 10 ദിവസം കൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യും. ഒരു ഹെലികോപ്റ്റർ, അതായത് ഒരു 6 ഹെലികോപ്റ്റർ, ഒരു അത്യാവശ്യം ഒരു 10 അടി 12 അടി ഉയരത്തിലേക്ക് പറക്കുന്ന ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് ഓപ്പൺ ആവും. അതാണ് പുതിയൊരു അപ്ഡേഷൻ. വേറെ ഇല്ലാത്തൊരു സംഭവമാണ്. അതിന്റെ മിനിയേച്ചർ പല സ്ഥലത്തുണ്ട്. പക്ഷെ അതിന്റെ ഒരു വലുത് നമ്മളായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി ഏകദേശം 2 മാസത്തോളമായി, 2-3 മാസമായി ഉണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ടാക്കി നമ്മൾ തന്നെ നമ്മളൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കി സാധനം 10 ദിവസം കൊണ്ട് ഫിറ്റ് ചെയ്യും. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മുള ഒരുപാട്, എനിക്ക് തോന്നുന്നു 10-30 ഐറ്റംസ് ഉണ്ട് തോന്നുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ. നമ്മളിവിടെ നമ്മൾ വയനാട്ടിൽ തന്നെ വാങ്ങിയത്, ഉറവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വാങ്ങിച്ചത്. അത് നമ്മളൊരു സേതുണ്ടായിരുന്നു, ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ള ഒരു അമുദായ മൂപ്പരാണ് അതിന്റെ ഒരു ഉപജ്ഞാതാവ്. അതായത് ഇത് വെക്കാൻ പറഞ്ഞു ഏൽപ്പിച്ചു. 29 ഐറ്റംസ് ഇവിടെ ഉണ്ട്. 29 ഐറ്റംസിന് മേലെ ഇപ്പൊ നിലവിലുണ്ട്. അതിലുണ്ട് ബ്ലാക്ക് മോളുണ്ട്, റെഡ് വുഡ് ഉണ്ട്, പെൻസിൽ പാമ്പുണ്ട്, പോലീസ് മോളുണ്ട്, പിന്നെ റണ്ണിങ് പാമ്പുണ്ട്, പിന്നെ ബ്രസീലിയൻ ഉണ്ട്, പിന്നെ ആനമുളുണ്ട്, ബ്ലാക്ക് മോളുണ്ട്, പിന്നെ ഗോൾഡൻ പാമ്പുണ്ട്. ഒരുപാട് അതിന്റെ ഗ്രീൻ ഉണ്ട്. ഒരുപാട് ഐറ്റംസ്, ഏകദേശം 28-29 ഐറ്റംസ്. നമ്മൾ അതിന് കൂടുതൽ വെറൈറ്റി നട്ട് ചെയ്തു. പക്ഷെ എല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം 4
ഒരു ആളുകൾ ഇത് വാങ്ങിച്ചു തന്നിരുന്ന ഒരാൾ വയനാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരാൾക്ക് ഒരു ഭയങ്കര അത്ഭുതമായി. നാട്ടിൽ ഇത്രയും ഐറ്റംസ് പിടിക്കുമെന്ന് അറിയുമ്പോൾ വളരെ ഒക്കെ ഏകദേശം ഒക്കെ മിക്കവാറും ഒരു 90% നമ്മൾ പിടിക്കുകയും ചെയ്തു. ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതം. അപ്പോൾ എന്താ പറയാ, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. അതൊക്കെ കൊറോണ കോവിഡ് കാലത്ത് അതൊക്കെ നഷ്ടപ്പെട്ടു, വീണ്ടും നാട്ടിൽ വന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ. നമ്മളിപ്പോ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യം നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ഒന്നര വർഷത്തോളം ഞാൻ ഈ കൊറോണ ടൈമിൽ ഇവിടെ പിന്നെ കുടിയുകയായിരുന്നു. ആ സമയത്ത് ചെറിയൊരു എന്താ പറയാ, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മള് ഒരു 30 ചില്ലാം സ്റ്റാഫും ഒരു 6-7 സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ സൗദിയിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ 6-7 സ്ഥാപനങ്ങളും 30 സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ഒന്നുമില്ലാതെ ആയിപ്പോയി. അതായത് സ്ഥാപനങ്ങളും ഇല്ല, സ്റ്റാഫും ഇല്ലാതെ, ലാസ്റ്റ് ഒന്നുമില്ലാതെ 0 ആയിട്ട് തിരിച്ചു വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മനസ്സിലുണ്ടാവുന്ന ഒരു തീ, അതിന്റെ ഒരു ഉള്ളിലൊരു വാശി പോലെ ഉണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ ഈ കണ്ടതും. അല്ലാണ്ട് ഒരു കൃപയോണ്ട് പിന്നെ ഏതായാലും ഇത് വളരെ ഭംഗിയായി, ആളുകൾക്ക് വന്നവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും പിന്നെ ആൾക്കാർ ആസ്വദിക്കുകയും അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മളെ സ്ഥാപനത്തിൽ വന്ന ഒരാൾ ചിരിച്ചു പോവുക, അല്ലെങ്കിൽ സന്തോഷവാനായി തിരിച്ചു പോവുക, വീണ്ടും വരാമെന്ന് പറയും. ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരെന്ന് പറഞ്ഞോളൂ നമ്മളൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും നമ്മളെ അനുഭവ കഥകൾ ചോദിക്കുകയും ഇതിന്റെ ഡിസൈൻ ആരാന്ന് ചോദിക്കുകയും. പല ആൾക്കാരും വിചാരിച്ചത് ഒരുപാട് എഞ്ചിനീയേഴ്സിനൊക്കെ കൈകൊണ്ടാണ്. ഏകദേശം ഒരു 80% നമ്മൾ സ്വന്തം കൈകൊണ്ട് തന്നെ ചെയ്തെടുത്തൊരു സംഭവമാണ്. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ 1-2 ബിൽഡിങ്ങൾക്ക് മാത്രമേ എഞ്ചിനീയർ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളതായ തന്നെ നമുക്ക് ഓരോ തോന്നുമ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചാൽ. അപ്പൊ അതൊരു ആ ഒരു ഗൾഫിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് അനുഭവം 30 വർഷം നമ്മൾ ഗൾഫിൽ നിന്നല്ലോ, അതിന്റെ അനുഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം, ഞാൻ വയനാട്ടുകാരൻ, വയനാട് നെന്മേനി നമ്മുടെ നാട്ടില് ഒരുപാട് 40-45 വർഷം മുമ്പ് പ്രവാസികളായവരുണ്ട്. ഇപ്പൊ പുതുക്കക്കാരായിട്ടവരുണ്ട്. ഈ പുതുക്കക്കാരായ ഒരുപാട് പണം നേടിയിട്ടുണ്ട്, പഴയ ആളുകൾ നേടിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും നമ്മളെ കാണുമ്പോൾ പലരും പല രീതിയിലാണ് ഇടപഴകുന്നത്. നന്നായിട്ട് ഇടപഴകുന്നവരുണ്ട്, തുറന്നു പറയുകയാണെങ്കിൽ പല അഴകിയ രാവണന്മാരായിട്ട് ചമഞ്ഞ് നടക്കുന്നവരുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല, അത് ഓരോരുത്തരുടെ പ്രകൃതമാണ്. ഞാൻ സംസ്കാരനെ കുറിച്ച് ഞാൻ പഠിച്ചത് 3-4 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ എന്താന്ന് വെച്ചാല് എല്ലാവരോടും ഒരേപോലെ എന്നാ പറയുന്നത്. എല്ലാവരോടും ഒരേപോലെ, പാർക്കിൽ ആരെ കണ്ടാലും അവരോട് സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ ആ വേദനകളും നഷ്ടങ്ങളും ഒക്കെ എന്തായാലും ഇതൊക്കെ ജീവിതത്തിൽ തിരിച്ചു പിടിച്ചല്ലോ. ഇത് ഇത്രയും വലിയൊരു സംഭവം, പ്രിയമുള്ളവരെ, ഇത് ഇവിടെ വന്ന് കാണുക തന്നെ വേണം. ഇത് ചില്ലറ കാര്യങ്ങൾ. ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി വെച്ചത് കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതൊക്കെ വലിയൊരു സംഭവം. അതുപോലെ നിരവധി റൈഡുകൾ, നിരവധി സംഭവങ്ങൾ ഇവിടെ. ഇത് ഈ മനുഷ്യൻ സംസ്കാരൻ്റെ ഒറ്റ ബ്രെയിനിൽ നിന്ന്, നഷ്ടങ്ങളുടെ വേദനകളിൽ നിന്നും അദ്ദേഹം ഒരു സ്ഥലം ഞാൻ പറഞ്ഞല്ലോ അത് മുറുക്കി പിടിച്ച് ഉണ്ടാക്കിയെടുത്ത ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊരു മനോഹര സംഭവം തന്നെയാണ്. ഇത് വന്ന് കാണണം. നിങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ സംസൊക്കെ ഉണ്ടാവും ചെയ്യും. ഓക്കെ, താങ്ക് യു.